ഹായ് ഗായ്സ്, മൈസെൽഫ് ദീപു. പിന്നില്ലേ, ഞാൻ പുതിയ വ്ളോഗിങ് ചാനലെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. ഒന്നുമില്ല, ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ വ്ളോഗാക്കിയിട്ട് എടുത്തിട്ടാണ് തുടങ്ങി. നോക്കാം എങ്ങനെയാവുമെന്ന്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ വീഡിയോസും ഞങ്ങളെല്ലാം കണ്ടിട്ടുമ്പോ. അപ്പം നമ്മൾ അമ്മേൻ്റെ വീട്ടിലെടുത്തിട്ടുണ്ട്. ചിരിച്ചിട്ടല്ലേ വരുന്നത്. അപ്പോ ഇന്ന് നമ്മള് എങ്ങോട്ടൊക്കെ പോകുന്നത്? ഇന്ന് മീങ്ങുന്ന് ബസ്സിലേക്ക് പോകുന്നത്. പക്ഷെ ടൈം ഇപ്പൊ തന്നെ അഞ്ചരയായി. ലേറ്റ് ആവുമെന്ന് അറിയില്ല, ഇരുട്ടാവുമെന്ന് അറിയില്ല. നോക്കാം, പോയി നോക്കാം. ഒരേ പറഞ്ഞ പോലെ ഇന്ന് ഈദല്ലേ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പൊ ഗായ്സ്, ഇത് അപ്രിയും കൂടി നമ്മൾക്കൊരു കൂടിയിട്ടുണ്ട്. അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ അപ്രിയും കൂടിയിട്ടുണ്ട്. അപ്രി രായി പറ. അപ്പൊ ക്യാമറ ചെയ്യാട്ടാ അല്ലേ? അല്ല ക്യാമറ ഈദായിട്ട് നമ്മളെന്താ വീട്ടിലേക്ക് വിളിക്കാം. അതാ പറ. ഈദായിട്ടല്ല, ഈദായിട്ട്. അത് ഇവനൊന്നും വീട്ടിൽ കേട്ടാൻ വിശ്വാസമില്ല. അതാണ് ഇല്ലേ വരെ നിന്റെ വീട്ടിന്റെ മുറ്റം പോലും നമ്മളെ കണ്ടില്ല. അതെന്തുണ്ട്? മണ്ടങ്ങളിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അല്ല മന്നെ, അന്നിട്ട വീഡിയോയില് അവരത് എല്ലാരും പറഞ്ഞ ഒരു ബാലി പോലും പറ്റിയൊരു സെൻസാടാ. ആ ഒരു സെറ്റപ്പൊന്നും ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ കാണിച്ചുതരാം. ഇന്ന് സത്യം പറഞ്ഞാല് ആ ഒരു വഴിയും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. മീൻസ് മീൻകുന്ന് ആടുന്ന് തൊട്ട് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിന്റെ അടിയിലോട്ട് പോയാല് ബീച്ചിലേക്കുള്ള ആക്സസ് ഉണ്ട്. മീൻകുന്ന് ബീച്ചിലേക്കുള്ള ചെറിയൊരു ട്രെക്കിംഗ് ട്രെയിൽ പോലെയാണ്. കത്ത് അപ്പുറക്ക് താല്പര്യമില്ല. അപ്പുറം എന്താടാ? പയ്യാമ്പലം ബീച്ച് റോഡ്. ശരിക്കും ഈലൂട്ടിയും പോവാം, അപ്പുറത്തോട്ടും പോവാം. കൊറേ വഴികളുണ്ട്. നമ്മള് ഈലൂട്ട പോകുന്നു. ആകുമ്പോ ബീച്ചില് സൺസെറ്റ് എല്ലാം കണ്ട് മെല്ലെ പോവാം. അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ പയ്യാമ്പലം എത്തിയിട്ടല്ലേ. പയ്യാമ്പലല്ല, ഇതിപ്പോ നീർക്കട ബീച്ചെത്തി. വീടിന്ന് ഒരാളെ പിക്കപ്പ് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോഗ്രാഫറും എല്ലാം നമ്മളെ ചങ്ങായിയും എല്ലാം കൂടി. ഷാരു കൂടെ. ഷാരു ഇതാണ് ഷാരു. ഇങ്ങോട്ടേക്ക് ഇതാണിപ്പോ നീർക്കട ബീച്ച്. നമ്മളിപ്പോ ക്ലിഫിലേക്ക് പോകുന്നത്. ക്ലിഫ് എങ്ങോട്ടെ അറിയോ? ഈ കാണുന്ന ഇതാണ് ക്ലിഫ്. അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മള് പോകാൻ പോകുന്നത്. എല്ലാരും കേട്ടില്ലേ? പിടിച്ചോ. ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ഇയാളെ പോലെ ഒരു ടെൻഷനും ഇല്ലാണ്ട് വെറുതെ ബീച്ച് അതെല്ലാം കാണിച്ചിട്ട് കണ്ട കൊറേ ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നത്. ആ ഒരു വൈബാണ് എനിക്കൊരു 2-3 കൊല്ലത്തിലുള്ള ആവേണ്ടത്. ഇങ്ങനെ വ്ളോഗ് എടുത്തിട്ടാണെങ്കിലും വൈകുന്നേരത്തിലാകുമ്പോ ഒരു ചായ എല്ലാം കുടിക്കാൻ പോവാ, ഒരു പരിപാടിയും ഇല്ലാണ്ട്. അതെല്ലാം ലൈഫിൽ ഒരു എൻജോയ്മെന്റ് ഞാൻ കാണുന്നത്. കുണ്ടറപ്പുറം പോണേ, പിന്നെ കുറച്ച് വീട്ടുകാരൊപ്പം എല്ലാം പോവാ. അതാണ് എന്റെ ആഗ്രഹം. എന്റെ ആ ആഗ്രഹം എന്തുണ്ട്? പെട്ടെന്നൊരു തന്തയാവുക, അതാണ് പ്ലാൻ. ഓക്കെ, ഇതിപ്പോ നമ്മള് നീർക്കടവ് കഴിഞ്ഞു. നീർക്കടവ് നിന്ന് കട്ട് ചെയ്ത് ഇതിപ്പോ കണക്ഷൻ മുക്കാം. നീർക്കടവ് നിന്ന് കയറിയാണേ ഈ മീൻകൊന്ന് ഈ വഴിയിലേക്ക് കട്ട് ചെയ്യാം, ലെഫ്റ്റിലേക്ക്. മുടി ലെവലൊക്കെ ഉണ്ട്. കൊറേ പൊമ്പിളെല്ലാം ചോദിക്കുന്നുണ്ട് അന്നത്തെ വീഡിയോ വേണ്ടിട്ട് ഇതേതൊക്കെ റിസ്റ്റ് ഉണ്ടോ?
അതേപോലെ ഈ ഒരു ജംഗ്ഷനില് ഈ ഒരു ബസ് സ്റ്റാൻഡിനെ കാണും, രണ്ട് സൈഡും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിലുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് തന്നെയാണ്, നേരെ പോയിട്ട് ലെഫ്റ്റ്. ഈ വഴിയാണ് മെയിൻ. ഈ വഴിയിൽ നിന്ന് കട്ട് ചെയ്തതിന് മാത്രമേ മീൻകുന്ന് ക്ലിപ്പിലേക്ക് എത്താൻ കഴിയൂ. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവും മീൻകുന്ന് ബീച്ച് എന്നേ ഉള്ളത്. ഇങ്ങോട്ടേക്ക് മീൻകുന്ന് ബീച്ച് ചാൽ ബീച്ചിലേക്ക് പോകാൻ, അതിനകത്ത് മീൻകുന്ന് ബീച്ചിലേക്ക് കട്ട് ചെയ്യുക. ഇവിടെ തന്നെ ഉണ്ട് 2-3 സ്പോട്ട് ഉണ്ട്. ഒന്ന് മീൻകുന്ന് ക്ലിപ്പ് റോഡ് വഴി ആക്സസ് ചെയ്യേണ്ട, പിന്നെ ഒരു പ്രൈവറ്റ് റോഡ് ആവുന്നത്. ആ റോഡ് അവിടെ ഒരു ചായക്കടയും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ മീൻകുന്ന് ബീച്ചിലേക്ക് അതിലൂട്ട് നടന്ന് താഴേക്ക് എത്തി കഴിഞ്ഞാല് ഇവിടുന്ന് കോട്ടയം കട്ടൻ റോഡ്, ആ റോഡ് കയറിയാലേ മീൻകുന്ന് ക്ലിപ്പ് എത്തും. മീൻകുന്ന് ക്ലിപ്പ് റോഡിലോട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടി. വഴി തന്നെ നല്ല രസമാണ്. ഈ റോഡ് തന്നെ ഈ റോഡിലോട്ട് പോകുമ്പോ തന്നെ നല്ല കാഴ്ചകളെല്ലാം കണ്ട് നല്ല കാറ്റെല്ലാം ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് പോകാം. അങ്ങോട്ടേക്ക് പയ്യാമല ബീച്ചിലും കേട്ടോ അങ്ങേറ്റത്ത് അടിച്ചത് എന്നാ ഈ ഒരു പയ്യാണ്. എന്നിട്ട് അഭിപ്രായം വളരെ വളരെ ഗുഡാ. ഷാരൊക്കെ എന്താ പറയല്ലേ, ഷാരോ എത്ര കാലം ഇവിടെ വന്നോണ്ടിരിക്കുന്നത്? അവളെല്ലാം കാലങ്ങളായി ഇവിടെ തന്നെയാണ്, എപ്പോഴും ഇവിടെ വരും. പക്ഷെ ആദ്യമായിട്ട് അവര് ബ്ലോഗെല്ലാം ഇട്ടിടുന്നില്ല മൈൻഡില് വരുന്നത്. പിന്നെന്താന്ന് പണ്ടോട്ടേ വെറുതെ കറങ്ങാനും ഒരു ചായ എല്ലാം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് അപ്പൊ ആദ്യം 2 കപ്പിൾസ് ഉണ്ട്. ആ കപ്പിൾസ് ആണ് ഞാൻ പറയുന്നില്ല, ഹറാമല്ലേ. കപ്പിൾസ് വരാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടും കൂടി ഇത് കേട്ടാ. അല്ല ഇത് കൊറേ ആളുണ്ട് കേട്ടാ. പോലീസ് അടക്കൊണ്ട്. അയ്യോ ഈടായിട്ട് ആൾക്കാർ. നമുക്ക് മറ്റേ സ്ഥലത്ത് തന്നെ പോവാം. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടോട്ടോ ഫേമസ് ആയാലും. അതല്ല നമ്മള് വീഡിയോ ഇട്ടോണ്ടോ ഫേമസ് ആയാലും അറിയത്. ഒരു ഗോവ വൈബായേ. സത്യം പറഞ്ഞാല് ഗോവ സെറ്റപ്പ് ഉണ്ടല്ലേ. ബാലി സെറ്റപ്പ് ഇല്ലെങ്കിൽ ഗോവ സെറ്റപ്പ് ഉണ്ട്. ക്ലിപ്പ് സെക്കൻഡ് എൻട്രി വീഡിയോ ചായക്കടയല്ലേ. ഇന്ന് ഇതായോണ്ട് പിള്ളേർ ഫുൾ കാറിലെടുത്ത് വൈബാക്കുന്നുണ്ട് പോനെ. ഈ സെറ്റപ്പിലെല്ലാം പോകണ്ട ഒരിക്കലല്ലേ ഞാനൊരു വില്ലീസ് എല്ലാം എടുത്തിട്ട്. അപ്പൊ ഇതാണ് നമ്മള് ബാലി സെറ്റപ്പ് കേട്ടാ. നമ്മള് പഠിച്ചോളല്ലേ. ബാലി സെറ്റപ്പ് ഒന്നല്ല, ഒരു ഗോവ സെറ്റപ്പാണ് സത്യം പറഞ്ഞാൽ. നേരത്തെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ അങ്ങനെല്ലാം പറഞ്ഞു ബാലി സെറ്റപ്പ് തന്നെ. പക്ഷെ ആ വീഡിയോ ക്ലിക്കായല്ലോ. സത്യം പറഞ്ഞ ഒരു ഗോവ സെറ്റപ്പ് ഉണ്ട്. കാഴ്ച കാണിച്ചെടുക്കും. ഇന്ന് കുറച്ച് ആൾക്കാർ കൂടുതലാണ്, അതുകൊണ്ട് ഒരു സോഷ്യൽ ആൻസൈറ്റി അടിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. എന്നാലും കാണിച്ചതരാ കാര്യങ്ങളല്ലോ. ഇതാണ് ബാലി സെറ്റപ്പ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കാണുന്നത് തന്നെ അവിടുത്തെ ചായപ്പീടിയാണ്. അയാളെ പേരറിയില്ല, കുറച്ച് വയസ്സായിട്ടില്ല. അങ്ങനെയാ അവിടുത്തെ ചായ എല്ലാം അടിപൊളി ചായ അല്ലേ. സോഷ്യൽ ആൻസൈറ്റി ആയിരിക്കും. അവ ഇപ്പൊ എന്താണ് ചായ അടിക്കുക. എല്ലാ വെറൈറ്റി ഷർട്ടും ഉണ്ട്. നടന്നോ? ചായ പറിച്ച
നന്മ മരം. നന്മയാണ് അതാ ഷാരൂന്റെ നന്മ ഉണ്ട്. നന്മയുള്ള ബോട്ടിൽ ബൂത്തില് പേപ്പർ ഗ്ലാസ് കൊണ്ടിട്ടേ. പിന്നെ അവിടെ നിലത്തിടുന്നതിനും കാട്ടിയല്ലേ. ആ അത് നല്ലടാ, സത്യമാണ്. പറഞ്ഞ കാര്യമാണ്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. പക്ഷെ നമ്മള് ഇവിടെ എത്തിയപ്പം തന്നെ 7 മണിയായി. അതുകൊണ്ട് വലിയ സൺസെറ്റ് വ്യൂ ഒന്നുമില്ല. നല്ല കാറ്റുണ്ട്, അടിപൊളി വൈബാണ്. എന്താ അഭിപ്രായം? ഒരു കാര്യം പറയണ്ടേ, ഇവിടെ വരുന്നതെല്ലാം കൊള്ളാം. എല്ലാവരും വരുന്നതും ഇതാക്കുന്നത്. ഇവിടെ വേസ്റ്റ് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ ഇവിടെ കുറേ വേസ്റ്റ് ആയിട്ടോ. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോ എന്റെ ഫസ്റ്റ് വ്ളോഗും കൂടി അത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫുൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം. എന്താ അഭിപ്രായം ഇന്നത്തെ വ്ളോഗ്? വ്ളോഗിൽ കണ്ടന്റ് ഉണ്ടോ? കുറച്ച്. എന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് അല്ല, നമുക്ക് ക്രമേണ സെറ്റ് ആക്കാം, ഇമ്പ്രൂവ് ചെയ്യാം. എന്താ ചാരൂന് ആ ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയ അഭിപ്രായം? അതേതല്ല, അഭിപ്രായം ചോദിച്ചത്. നല്ല അഭിപ്രായം അല്ലേ? കൊറേ ഊക്കെല്ലാം കിട്ടും അല്ലേ? നോക്കാം, കണ്ടറിയാം. അപ്പുറക്ക് പിന്നെ പേടിയാത്. നമ്മള് പിള്ളേർ തന്നെ നോക്കും. ഇപ്പൊ അന്യ നോക്കുന്ന പോലെ അപ്പുറേറ്റ് നോക്കും. അപ്പുറം എന്റെ വ്ളോഗിൽ വന്നു കണ്ടോണ്ട്. അതെ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയുക. എല്ലാരും കമന്റ് ഉണ്ടേ. എന്താ തെറി വിളിക്കണേ, തെറി വിളിച്ചോ, അതൊരു കുഴപ്പമില്ലല്ലേ? എന്താ വേണ്ട വെച്ചാല് നിങ്ങൾ പറഞ്ഞോ. അന്നല്ല ഇവനാ. അപ്പോ ബൈ ഗൈസ്, ബൈ.